এই যে আগুনটা দেখতে শুন কেরালা করিকুট ভয়ঙ্কর একটা আগুন লাগছে একটা কাপড় দেওয়ানো মানে ফুলসেল কাপড় দিত ഏകദേശം തീ നിയന്ത്രണം ഏറെക്കുറെ പൂർണ്ണമായല്ല തീ നിയന്ത്രണ വിധേയമാക്കി എന്ന് പറയുമ്പോഴും ഇപ്പുറത്തെ സ്ഥിതി ഇങ്ങനെയാണ്. അതിശക്തമായി തന്നെ തീ ആളി പടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഭാഗത്തു കൂടി ഇപ്പോഴും കെട്ടിടത്തിന്റെ പല ഇപ്പുറത്തൊക്കെയുള്ള ഭാഗങ്ങളിലേക്ക് തീ പടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് തന്നെയാണ്. തീ ഏതായാലും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. കൂടുതൽ ഫയർ എഞ്ചിനുകൾ വേണ്ടിവരും. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഫയർ യൂണിറ്റ് ഏതായാലും വെള്ളം തീർന്ന് അത് നിറയ്ക്കുന്നതിന് വേണ്ടി വീണ്ടും പോയിരിക്കുകയാണ്. ആ ഫയർ യൂണിറ്റ് കൂടി വന്നു കഴിഞ്ഞാലാണ് ഇപ്പോൾ തീ അതിശക്തമായി കത്തി നിൽക്കുന്ന ഈ സ്ഥലത്ത് തീകെടുത്താൻ കഴിയുക. ഇപ്പോൾ ഈ വെള്ളം അടിക്കുന്നത് തൊട്ടടുത്ത് മറ്റു കടകളിലേക്ക് മറ്റ് കെട്ടിടങ്ങളിലേക്ക് തീ പടരുന്നത് തടയാൻ കൂടി വേണ്ടിയാണ്. തീ കത്തി കൊണ്ടേയിരിക്കുന്ന സ്ഥലത്ത് അത് കെടുത്തുന്നതിന് അടുത്ത ഫയർ എഞ്ചിൻ യൂണിറ്റ് കൂടി വരേണ്ടതായിട്ടുണ്ട്. നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഒരു കാരണവശാലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. കുറെ നേരം ഫയർ എഞ്ചിൻ അവർ കഷ്ടപ്പെടുന്നു. ഉള്ളിലൊക്കെ ആളുണ്ട്, ഫയറിന്റെ ആൾക്കാർ ഉള്ളിലൊക്കെ ഉണ്ട് അപ്പുറത്തെ കൂടെ. പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയില്ല. തീ ആളി പടർന്ന് പിടിക്കാൻ കുറെ നേരം ഞങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷെ എന്താ ചെയ്യാൻ ഒക്കെ അങ്ങോട്ട് അനിയേട്ടൻ അവിടെ ഈ മുകളിലൊക്കെ ആളുണ്ടായിരുന്നു. തീ പിടിക്കുമ്പോ ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൽ ആളുണ്ടായിരുന്നു. പക്ഷെ ഷോപ്പ് ഓപ്പൺ ആയിരുന്നു. ഞായറാഴ്ച സീസണല്ലേ, അടുത്ത പെരുന്നാളാവനല്ലേ. അപ്പൊ അതിന്റെ വർക്കും കാര്യമായിട്ട് സീസണോ ഷോപ്പ് ഓപ്പൺ ആയിരുന്നു. അപ്പൊ തീ കണ്ട വാർത്ത എല്ലാവരും ഇറങ്ങിയില്ല. ഇപ്പൊ ആരില്ല ഉള്ളില്, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. തീ അവിടെ ഇവിടെ ഒക്കെ അതിനുള്ള മരുന്ന് ഷാപ്പൊക്കെ താഴത്ത് അങ്ങോട്ടൊക്കെ ഇറങ്ങിയാൽ കൂടുതൽ അപകടമാവും. അതേമാതിരി ഇതിലൊക്കെ ഗ്യാസും കുറ്റിയുണ്ട് ഹോട്ടലില്. അതൊക്കെ കൂടെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പം പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഗ്യാസ് സിലിണ്ടറൊക്കെ അപ്പുറത്തെ ഭാഗത്തു നിന്ന് മാത്രമേ മാറ്റാൻ പറ്റിയിട്ടുള്ളൂ. എല്ലാം മാറ്റാം, ഇപ്പുറത്ത് മാറ്റാൻ പറ്റിയിട്ടില്ല. ഇപ്പുറത്ത് ഈ സൈഡിലുള്ള മാറ്റാൻ പറ്റില്ല. കടകൾ പൂട്ടിയിട്ട് എല്ലാവരും ആളുകളൊക്കെ വേഗം ഏൽപ്പിച്ചതാണ്. വേഗം ഇറങ്ങി പോകാൻ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ എല്ലാ ആളുകളൊക്കെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് ഇനിയിപ്പോ അവിടെ സാധനങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ആളുകളെ ഒഴിപ്പിക്കാൻ പറ്റിയെന്നുള്ളതാണ് ആശ്വാസം. നേരത്തെ മുതൽ കണ്ടിരുന്നു. ആളുകളെ കൃത്യമായി ഒഴിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അത് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് ആ വിധത്തിലുള്ള അപായങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയും. പക്ഷേ തീ അത് നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നില്ല, അണയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരു യൂണിറ്റ് നമ്മൾ ഈ വെള്ളം കഴിഞ്ഞ് ഇവിടെ നിന്ന് പോയി മറ്റൊരു യൂണിറ്റ് വെള്ളം നിറച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്ന് ഇനിയിപ്പോൾ അത് വെള്ളം അടിക്കാൻ തുടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്.